ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു തോർത്താണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കോട്ടൻ്റെ എന്താ കൈത്തറി തോർത്താണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു തുണി ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തോർത്ത് കണ്ടു. അപ്പോൾ ഈ തോർത്ത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഈ തോർത്ത് വെച്ചിട്ട് നമുക്കൊരു ബാഗി പാൻ്റാണ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കണ്ടത്? തോർത്തിൻ്റെ വീതി വരുന്നത് 33 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് വരുന്നത് 1 മീറ്ററിനേക്കാളും കൂടുതൽ. നമ്മൾ ഈ പാൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 തോർത്താണ് കേട്ടോ എടുത്തത്. ഈ ഒരു കൈത്തറി തോർത്തിന് വരുന്ന റേറ്റ് കണ്ടോ, ഇത്രയാണ് കേട്ടോ റേറ്റ് തന്നെ. ഈ കൈത്തറി തോർത്തിൻ്റെ റേറ്റ് 137 രൂപയാണ് കേട്ടോ. ഇതൊരു ലൈനിങ് തുണിയാണ്, കോട്ടൻ്റെ തന്നെ ലൈനിങ് മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. അത് തോർത്തായതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് മൊത്തം ലെങ്ത് എടുത്തിരിക്കുന്നത് 41 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ശരിക്കും യഥാർത്ഥ ഇറക്കം എന്ന് പറയുന്നത് 34 ഇഞ്ചാണ് ലെങ്ത്ത് എന്ന് പറഞ്ഞു വരേണ്ടത്. അടിയിൽ മടക്കി അടിക്കാൻ 2 ഇഞ്ചും മുകളിൽ നമുക്ക് പട്ടയായിട്ട് വെക്കണമല്ലോ, ബോർഡർ എലാസ്റ്റിക് വെച്ച് അടിക്കണമല്ലോ. അപ്പോൾ അതിനൊരു 4 ഇഞ്ച് നമ്മൾ ഇതിൽ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്, സെപ്പറേറ്റ് അറ്റാച്ച് അല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 4.5 ഇഞ്ച് അതിനും മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മെഷർമെൻറ്റിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൽ ഒരു 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ് ആവശ്യം. നമുക്ക് ഇനി ബാക്കിയുള്ള മെഷർ കൂടി അടക്കാം. വേസ്റ്റ് റൗണ്ട്, പിന്നെ ഹിപ്പ് റൗണ്ട്, പിന്നെ സീറ്റ് ലെങ്ത്. സീറ്റ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാം? അതായത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. സീറ്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്, ആ വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 3 ചെയ്യുക. 3 ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതാണ് സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് താഴത്തോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതാണ് സീറ്റ് ലെങ്ത്. അപ്പം ഇവിടെ എനിക്ക് 34 എൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് 34 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 11.3. ആ 11.3 നമ്മൾ ഇവിടേക്ക് മാർക്ക് ചെയ്യും. അപ്പം നമ്മൾ ആ 11.3 ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 11.3 ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പ് റൗണ്ട് ആണ്. എത്രയാണോ നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് കിട്ടുന്നത്, ആ ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് അതിൻ്റെ കൂടെ 2.5 പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടി? 11 പോയിന്റ്. എൻ്റെ ഇവിടെ ഹിപ്പ് റൗണ്ട് വരുന്നത് 37 ആണ്. അപ്പൊ 37 ഡിവൈഡ് ബൈ 4 പ്ലസ് 2.5 ഈസ് ഈക്വൽ ടു 11.75. അതായത് 11.75. ഈ 11.75 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. 11.75 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. അത് തന്നെയാണ് നമ്മളിവിടെ മുകളിലും മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി അങ്ങ് വരച്ചു കൊടുക്കാം. മെഷർമെന്റിൽ ഈ ഇക്വേഷൻസും കാര്യങ്ങളാണ് നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കേണ്ടത്. ഇക്വേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ ഹിപ്പ് റൗണ്ട് കണ്ടെത്താൻ ഈ രീതി പറ്റില്ല എന്ന് വേറെ രീതിയും കൂട്ടിയുണ്ട്. എത്രയാണോ ഹിപ്പ് റൗണ്ട് വരുന്നത് അതേ പ്ലസ് 10 ചെയ്യാം. അതേ പ്ലസ് 10 ചെയ്തിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിനെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ഉത്തരം കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടും കൂടെ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ സീറ്റ് ലെങ്ത് മാർക്ക് ചെയ്തു 11.3. ഇവിടെ നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തു. എത്രയാണ് മാർക്ക് ചെയ്തത്? 11.75. വേസ്റ്റ് റൗണ്ട് 34 വരുന്നത്. ചിലവർ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്, ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ഹിപ്പ് കയറിയാലല്ലേ നമുക്ക് മുകളിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ ഹിപ്പ് റൗണ്ട് ആണ് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇനി ഇവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ മാർക്കിങ് തന്നെ ഇവിടെയും കൊടുക്കും. ഒരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ രണ്ടും കൂട്ടി വരച്ചു കൊടുക്കാം. അല്ലാണ്ട് കുഴിച്ചൊന്നും വരച്ചു കൊടുക്കണ്ട കേട്ടോ.
ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പം ഇത് ടോട്ടൽ ഫുള്ള് ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് ഈ പലാസോ പാൻറ് എത്രയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത് അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വീതി വേണമെന്നുള്ളതാണ്. ഞാനിവിടെ 11 വേണമെങ്കിൽ 11 നിങ്ങൾക്ക് എടുക്കാം. ഇല്ലാച്ചാൽ ഒരു 10 ഇഞ്ച് വേണമെങ്കിൽ വെച്ചാൽ 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പൊ ഞാനൊരു 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ തയ്യൽ തുമ്പ് കൊടുത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. മറ്റേ സ്കെയിൽ ഉണ്ടെന്ന് വെച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. 2 പീസായിട്ടാണ് എടുക്കണം. ഇത് രണ്ടും നമ്മളിനി നേരെ ഇടുക. അതായത് ഒരുമിച്ച് നിവർത്തി 2 പീസും നേരെ ഇങ്ങനെ ഇടാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് കേട്ടോ ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ച് കേട്ടോ. അപ്പം നമ്മൾ ഒരുമിച്ചിട്ടു. ഇത് ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക് പോർഷനും ആണ്. അപ്പം നമ്മൾ ഇനി ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പം അതിന് നമ്മൾ ഇവിടെ നമ്മൾ ഒരു 1 ഇഞ്ച് 1.1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നേരെ അറ്റം വരയ്ക്ക് ചെരിച്ചങ്ങ് വരച്ചു കൊടുക്കാം. അറ്റത്തിൻ്റെ തുമ്പ് വരയ്ക്ക് ചെരിച്ചങ്ങ് വരച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ വീഡിയോ എടുത്തത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോയിൽ ഒന്നും പെട്ടിട്ടില്ല. അപ്പം രണ്ടാമത് പറഞ്ഞു തരാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് 4 മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്താ ഞാൻ വിട്ടുപോയെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് നിവർത്തിയിടുമ്പോൾ കിട്ടുന്നത്. ഈ നിവർത്തിയിടുന്ന പോർഷനിൽ നമ്മൾ ഇതാണ് ഫ്രണ്ടായിട്ട് എടുക്കുന്ന പോർഷൻ, ഇതാണ് ബാക്കായിട്ട് എടുക്കുന്ന പോർഷൻ. അപ്പോൾ ഈ ഫ്രണ്ടായി എടുക്കുന്ന പോർഷനിൽ നമുക്ക് കുറച്ച് ചേഞ്ച് എടുത്താണ്. അത് ഇവിടെ നിന്ന് താഴത്തോട്ട് 1.1 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് ഈ കോണിൽ നിന്നും ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഈ കോണിലേക്ക് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കും. വരച്ചു ചെയ്തിട്ട് ഈ പോർഷൻ മുഴുവനായി കട്ട് ചെയ്ത് നീക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് 1.1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഈ മാർക്ക് ചെയ്തോടത്തേക്ക് കൂട്ടി യോജിപ്പിച്ച് വരച്ചിട്ട് ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഇത്രയും ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ക്യാമറയിൽ പെട്ടില്ലായിരുന്നു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നെന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ, ഇതാണ് ബാക്ക് പോർഷൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്, ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ലൈനിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇത് ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക് പോർഷനും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി ഈ സെയിം ഇത് വെച്ചിട്ടാണ് നമ്മൾ തോർത്തിൽ കട്ട് ചെയ്യാൻ പോണത്. ഈ നമ്മുടെ ഇതിൽ കാണത്തില്ല, അതുകൊണ്ട് ഞാനിത് ലൈനിങ് തോർത്തിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മൊത്തം കാണിക്കാനായിട്ട് പറ്റില്ല, ഇങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഫ്രണ്ട് വശം, ഇത് ബാക്ക് സൈഡുമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ കാണിച്ചു തന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ട് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ഷീറ്റിൻ്റെ മേലെയും നമ്മൾ ലൈനിങ് തുണി വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ ലൈനിങ് തുണിയുള്ള കാര്യം മറക്കരുത്. കൺഫ്യൂഷൻ വരാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ലൈനിങ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇത് ഫ്രണ്ട് വശത്ത് വരും. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരെണ്ണത്തിൻ്റെ ഇപ്പം രണ്ടും ഇതാണ് ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡാണ്. ഇത് കാണത്തില്ല അപ്പുറത്തെ സൈഡ്. ഈ ഇപ്പുറത്തെ സൈഡ് അത് ഒരു ഭാഗം തന്നെ പറയാം. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാക്ക് സൈഡിൻ്റെ ലൈനിങ് ഇട്ട് തരുമ്പോൾ ഈ തുണി മുകളിലും ലൈനിങ് ബാക്കിലും ആയിരിക്കണം. അപ്പം പൊസിഷൻ നമ്മളൊന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല, അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കോണാക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ബാക്ക് സൈഡാണ് നമ്മൾ പൊന്തി നിൽക്കണം. അപ്പോൾ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അടിയിലും ബാക്ക്, അതായത് നമ്മളിപ്പോൾ താഴത്ത് വെച്ചിരിക്കുന്ന തുണിയുടെ മുകളിലും ഇട്ടിട്ട് വേണം ലൈനിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലാണ് ഇട്ട് തയ്ക്കേണ്ടത്. നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് അടിയിലല്ല തയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് ഈ തുണി എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഇപ്പുറത്തെ സൈഡിൽ തയ്ക്കും. അങ്ങനെ ചെയ്യരുത്, ഇതിൻ്റെ മുകളിൽ വേണം തയ്ക്കാനായിട്ട്.
എന്നാലാണ് നമ്മളിത് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും നല്ല വശമായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോണ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു അരയിഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഇപ്പുറത്തെ സൈഡിലും ഒരു അരയിഞ്ച് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പാൻറ് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇവിടെ 2 ഡബിൾ സ്റ്റിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മളിത് തുറന്ന് നോക്കാണ്. അപ്പോൾ നമ്മളിവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ ആണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മടക്കി അടിക്കണം. ഇല്ല വെച്ചാൽ നിങ്ങളിത് തന്നെ സെപ്പറേറ്റ് മടക്കി അടിക്കുക, ഇതും സെപ്പറേറ്റ് മടക്കി അടിക്കുക. അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മളിങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇത് രണ്ടും കൂട്ടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വന്ന് അറ്റം വരെ യോജിപ്പിക്കാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ഒപ്പായിട്ടിരിക്കണം. അപ്പം അത് നമ്മൾ ഫസ്റ്റ് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ഏറ്റവും കുറച്ചൊരു ഹൈറ്റിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ എന്ന് വെച്ചാൽ അത് അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ യോജിപ്പിച്ച് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നും അങ്ങനെയും ഒരു സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഇങ്ങനെ അരയിഞ്ച് മടക്കി ഒരടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറക്റ്റ് 1 ഇഞ്ചിൻ്റെയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ 1 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ. നല്ല നീറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു പിന്നെടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഇപ്പോൾ നമ്മൾ പാൻറ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഇലാസ്റ്റിക് വെക്കുന്ന മറ്റൊരു രീതിയുണ്ട്. അത് ഞാൻ വേറൊരു പാൻറ് ചെയ്യുമ്പോൾ കാണിച്ചു തരാമേ. നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ നേരെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ തോർത്ത് വെച്ചിട്ടൊരു മനോഹരമായൊരു പാൻറ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിൽ കൂടെ അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ തോർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലാസോ പാൻറ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അത്ര നീറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈസി ആയിട്ടുള്ള ഒരു പാൻറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നതായിരിക്കും. ബൈ. നമ്മുടെ ടോപ്പ് കൊണ്ട് ചെയ്തിട്ടുള്ള പാൻറ്റും കൈക്ക് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് കുട്ടിയാണ് കേട്ടോ. പലതും ട്രൈ ചെയ്ത്